ഹായ് ഗായ്സ്. ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യയും കൂടി ഇന്ന് കന്യാകുമാരിക്ക് പോവാണ്. ഞാൻ ഒരുപാട് വട്ടം കന്യാകുമാരി പോയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ഇതുവരെ ഇന്നൊരു വ്ളോഗ് ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു വ്ളോഗ് ചെയ്യാം. രാവിലെ 6:50 ട്രെയിൻ പിടിക്കാനായിട്ട് 6 മണിക്ക് തന്നെ ബസ് സ്റ്റാൻഡിലെത്തി. 4 ബസ്സാണ് എന്നെ കണ്ടിട്ട് നിർത്താണ്ട് പോയി. എൻ്റെ കണക്കിൽ 20 മിനിറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്താമായിരുന്നു, പക്ഷെ എത്തിയില്ല. പട്ടിയോടെത്തി. എന്നെ തളർത്താതെ ഒരു ബസ് എന്നെ കണ്ടപ്പോൾ നിർത്തി ഈ ചേട്ടൻ. ബട്ട് ട്വിസ്റ്റ്, 6:50 ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടിയില്ല ഗായ്സ്. ലാസ്റ്റ് 9:10 ട്രെയിൻ കയറാനായിട്ട് ഒരു ബിങ്കോ മേടിച്ച് ട്രെയിനിൽ കയറി. കുറച്ച് നേരം ഞങ്ങൾ സൊറൊക്കെ പറഞ്ഞിരുന്നേ, പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടങ്ങിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മലപ്പുഴ ഭയങ്കര വീക്ക്നെസ് ആണ്. പിന്നെ ലേസൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം വീണ്ടും കാഴ്ച കണ്ടിരുന്നു. അപ്പം വേണ്ട, കന്യാകുമാരി എത്തി. ട്രെയിൻ പടപടയായതുകൊണ്ടേ കന്യാകുമാരി അങ്ങ് പെട്ടെന്ന് എത്തി. ടൂട്ടു. എനിക്ക് ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പീസ്ഫുൾ ആട്ടോ. പീസ്ഫുൾ എന്നങ്ങ് വിചാരിച്ചത് നല്ല വെയിലല്ലേ, പിന്നെ അങ്ങ് കുട നിർബന്ധം. പിന്നെ അങ്ങ് കുടയിലായിരുന്നു ഞങ്ങളുടെ സവാരി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും കത്തി വിലയിട്ട് ഓട്ടോ ചേട്ടന്മാർ 100 രൂപ എന്ന് പറയും. പക്ഷെ നമ്മൾ ഓട്ടോയിൽ കയറരുത്, നമ്മൾ നടക്കണം. സ്ട്രീറ്റൊക്കെ ആസ്വദിച്ച് നടക്കണം. 1 കിലോമീറ്റർ പോലും ഇല്ലാന്നേ നടക്കാനായിട്ട്. ഞാൻ എപ്പോൾ കന്യാകുമാരി വന്നാലും ത്രിവേണി ഹോട്ടലിലേക്ക് കയറുക. ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് പോകുന്ന വഴിയിലാട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. രാവിലെ ഈ ഭാഗത്ത് ആൾക്കാരില്ലാതെ. നൈറ്റ് ആകുമ്പോൾ ഇവിടെ നൈറ്റ് ഫുഡും ഫിഷും എല്ലാം അടിപൊളിയാട്ടോ. അങ്ങനെ CV റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലെത്തി. അവിടെ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് ഈ വഴിയിലൂടെ കേട്ടോ പോകുന്നത്. പോകുന്ന വഴിയിലൊക്കെ ശംഖ് വിൽക്കുന്ന കുറേ ചേട്ടന്മാരും ശംഖിൻ്റെതായ സ്ട്രീറ്റ്സും കുറേ കാണാട്ടോ. ഈ ഒരു ക്യൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഗുരുവായൂർ അമ്പലത്തിൽ തിരക്ക് പോലെ ഇവിടെ അമ്പലത്തിൽ കയറാനുള്ള തിരക്കാണ്. പക്ഷെ അതല്ല, ബോട്ടിൽ കയറാനുള്ള ക്യൂ ആന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ പ്ലാൻ അങ്ങ് ക്യാൻസൽ ചെയ്തു. ബോട്ടിങ്ങേ പിന്നെന്താ പണി, ആ സ്ട്രീറ്റ് അങ്ങ് ആസ്വദിച്ച് നടന്ന് നോക്കിയേ. കണ്ണാടി, വാൾ ഹാങ്ങിങ്സ്, അതേപോലെ തൂക്കിയിടുന്ന ഹാങ്ങിങ്സ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അതിൽ കൂടെ അങ്ങ് നടന്നു കേട്ടോ. ബീച്ചിലേക്ക് പോകണ്ടേ, നമുക്ക് അമ്പലത്തിൻ്റെ അകത്തോട്ടൊക്കെ കയറിയിട്ട് നമ്മൾ ലെഫ്റ്റ് അങ്ങ് തിരിച്ചു കേട്ടോ. ആ ലെഫ്റ്റ് അങ്ങ് തിരിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബീച്ചിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അങ്ങ് കുറച്ച് ബീച്ച് വൈബിലേക്കൊക്കെ കടന്നു. കന്യാകുമാരി ഭയങ്കര ചീപ്പാണെന്ന് നമുക്ക് തോന്നുന്നത് ഇവിടുത്തെ സ്റ്റോളുകളിൽ കയറുമ്പോൾ കേട്ടോ. ഫുഡിനൊക്കെ ഭയങ്കര റേറ്റാണ്, പക്ഷേ ഇവിടുത്തെ ഓരോ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര കുറവ്. 5 രൂപ മുതലായിട്ട് ഇവിടുത്തെ ഓരോ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കുറേ നൊസ്റ്റാൾജിക്ക് ഓർമ്മ വരുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ടായിരുന്നേ. പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഗേൾസിന് കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്ന ഒരുപാട് ക്ലിപ്സ്, ക്ലാപ്സ്, അതേപോലെ ബുഷസ്, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നേ. ഓർണമെൻറ്റ്സ് ആയ മാല, വള, കമ്മൽ, ഇതൊക്കെ ഭയങ്കര കുറഞ്ഞ വിലക്കായിട്ട് നമ്മൾ ഇത്ര സാധനങ്ങളായിരുന്നു പർച്ചേസ് ചെയ്ത്. പിന്നെ ഈ കമ്മലും കൂടി അവിടെ നോക്കിയാണ്, പക്ഷേ മേടിച്ചില്ല. പിന്നെ നമ്മൾ ഈ ക്രാബും കൂടി മേടിച്ചു. അവിടെ ഇത് അമ്പലത്തിൻ്റെ അടുത്ത് കണ്ടതാണ്. നമ്മൾ പിന്നെ ബീച്ചിലോട്ട് വരുന്ന വഴിക്ക് ഒരു കമ്മൽ കണ്ടായിരുന്നേ, ശംഖിൻ്റെ. ആ കമ്മൽ അന്വേഷണം നടത്താണ് ഈ കാണുന്നത്. ഒരുപാട് കടയിൽ കയറി നോക്കി, പക്ഷേ ഏത് കടയിലാണ് കണ്ടേന്ന് ഓർമ്മയില്ല. നമ്മൾ പോവാത്ത വഴിയിലടക്കം നമുക്ക് അന്വേഷിച്ചു കിട്ടും, പക്ഷെ നമ്മൾ അവിടെയും പരാജയപ്പെട്ടു. നമുക്ക് അവിടെയും കിട്ടിയില്ല. അവിടെ അടുത്തൊരു കിളിക്കൂട് കണ്ടതാണ് കേട്ടോ. നല്ല രസമില്ല ഇത് വീട്ടിലൊക്കെ തൂക്കിയിടാനായിട്ട്. പിന്നെ നമ്മളവിടെ കുറച്ച് ശംഖിലൊക്കെ കളിച്ചു. നമ്മൾ പിന്നെ തിരിച്ച് പോയിട്ട് ആ വഴിക്ക് കണ്ടതാണ് ഈ സ്ട്രീറ്റ് പെയിൻറ്റിങ്. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ കന്യാകുമാരി കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഷോപ്പിങ്ങും കഴിഞ്ഞു. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിട്ടേ.
ട്രെയിൻ ആണെങ്കിൽ 4 മണിക്കായിരുന്നേ. നമ്മൾ 3:57 റെയിൽവേ സ്റ്റേഷന് ഫ്രണ്ടിലെത്തിയിട്ട് നമ്മൾ വേഗം ഓടി പിടിച്ച് കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനൊക്കെ കറക്റ്റ് ടൈമിലാണ് എടുക്കുക. നമ്മളെ കണ്ടുകൊണ്ട് 1 മിനിറ്റ് ട്രെയിൻ നിർത്തിയിട്ടതിന് ശേഷം ട്രെയിൻ എടുത്തത് അമ്മാതിരി ഒട്ടായിരുന്നേ. പിന്നെ റിപ്പീറ്റ് നമ്മൾ നേരെ കാഴ്ചകളൊക്കെ ഉണ്ട് നേരെ തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വ്ളോഗായി വീണ്ടും കാണാം.